ഒഴുക്കിൻ്റെ വേഗത നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് എക്സ് എന്ന് എടുക്കുന്നു. നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ വേഗത 12 km/h, മണിക്കൂറിൽ 12 കിലോമീറ്റർ എന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് സ്പീഡ്. നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ വേഗത. ഒഴുക്കിൻ്റെ വേഗത അറിയാത്തതുകൊണ്ട് എക്സ് എന്ന് എടുക്കുന്നു. ഒഴുക്കിനൊപ്പമുള്ള വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഡയറക്ഷൻ വരുന്നുണ്ട്. നമുക്ക് 12 + x എന്ന് എടുക്കാം. ഒഴുക്കിനെതിരെ എന്ന് പറയുമ്പോൾ 2 ഡയറക്ഷൻ വരും, ഓപ്പോസിറ്റ്. അതുകൊണ്ട് 12 - x എന്ന് എടുക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുമ്പോൾ കുറയ്ക്കണം, ഒരേ ഡയറക്ഷൻ വരുമ്പോൾ കൂട്ടണം. ഇവിടെ നമുക്ക് എയിൽ നിന്ന് ബിയിലോട്ടും ബിയിൽ നിന്ന് എയിലോട്ടും ഒരേ ദൂരമാണല്ലോ. അതുകൊണ്ട് നമുക്ക് ദൂരം സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ഡിസ്റ്റൻസ് കാണാൻ സ്പീഡ് × ടൈം. ഇവിടെ ഒഴുക്കിനൊപ്പമുള്ള വേഗത 6 മണിക്കൂർ. ഒഴുക്കിനൊപ്പമുള്ളത് 4 മണിക്കൂറും ഒഴുക്കിനെതിരെ ഉള്ളത് 6 മണിക്കൂറും തന്നിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ദൂരം തുല്യമായതുകൊണ്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഒഴുക്കിന് ഒപ്പമുള്ള ദൂരം എന്ന് പറയുന്നത് 12 + x × 4, അതായത് വേഗത ഗുണം മണിക്കൂർ ടൈം. ഡിസ്റ്റൻസ് എന്ന് പറയാൻ സ്പീഡ് × ടൈം. അപ്പോൾ ഇവിടുത്തെ സ്പീഡും ടൈം, അതായത് ഒഴുക്കിനെതിരെയുള്ള വേഗത അതിൻ്റെ ടൈം തന്നിട്ടുണ്ട്, 6 തന്നിട്ടുണ്ട്. 12 - x × 6, ഇത് 4 48 + x × 4 4x = 12 × 6 72 - 6x. ഇനി x രണ്ടും ഒരു സൈഡിൽ കൊണ്ടുപോവാം. 4x + 6x = 72. ഈ 48 ഇപ്പുറം വരുമ്പോൾ -48. 10xൻ്റെ വില 24 വരും. 10x 24 ആണെങ്കിൽ x എന്ന് പറയുന്നത് 24/10 വരും, 2.4. അതായത് ഓപ്ഷൻ സി ആണ് ഉത്തരം, 2.4 km/h. നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ വേഗത തന്നിട്ടുണ്ട്, മണിക്കൂറിൽ 12 km/h. ഒഴുക്കിൻ്റെ വേഗത അറിയാത്തതുകൊണ്ട് നമ്മൾ x എന്ന് എടുക്കുന്നു. ഒഴുക്കിന് ഒപ്പമുള്ള വേഗത എന്ന് പറയുമ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് 12 + x. ഒഴുക്കിനെതിരെയുള്ള വേഗത എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് 12 - x. ഒഴുക്കിന് ഒപ്പമുള്ള വേഗതയ്ക്ക് എടുക്കുന്ന സമയം തന്നിട്ടുണ്ട് 4 മണിക്കൂർ. ഒഴുക്കിനെതിരെയുള്ള വേഗതയുടെ സമയം തന്നിട്ടുണ്ട് 6 മണിക്കൂർ. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും ദൂരം തുല്യമായതുകൊണ്ട് സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസ് = സ്പീഡ് × ടൈം. അപ്പോൾ ഇത് രണ്ടും തുല്യമാണ്, ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് 4 വെച്ച് ഇൻറ്റു ചെയ്യുന്നു, ഇവിടെ 6 വെച്ച് ഇൻറ്റു ചെയ്യുന്നു. x രണ്ടും ഒരു സൈഡിൽ കൊണ്ടുവരുന്നു, സംഖ്യ 2 ഒരു സൈഡിൽ. അപ്പോൾ 4x 6x കൂട്ടുന്ന 72 48 കുറയ്ക്കുന്നതിന് തുല്യം. 10x = 24, x = 24/10, 2.4 km/h. ഓപ്ഷൻ സി ആണ് ഉത്തരം.